ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാ സാധനവും ഒരുമിച്ചിട്ടതിന് ശേഷം ഒരുമിച്ചാക്കി എടുക്കുന്നതേ ഉള്ളൂ. പ്രത്യേകം വഴറ്റൊന്നുമില്ല. ഇതിനിടയിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം സവാള, പിന്നെ ഇത് ഓരോന്നോരോന്ന് വഴന്ന് വന്നിട്ട് ഓരോന്നോരോന്ന് ചേർക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇടുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 2 സവാള, 2 തക്കാളി, ഒരു 4 പച്ചമുളക്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചെയ്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മറ്റേത് 2 ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ഹീപ്പ് ചെയ്താണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ മുകളിൽ നല്ല നിറച്ചാണ് എടുത്തേക്കുന്നത്. ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റാം. ഗരം മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1-2 ടീസ്പൂൺ എടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം. അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. മൊത്തം കൂടെ ഇളക്കിയതിന് ശേഷം വേറെ ഒന്നും ചേർക്കേണ്ട. സ്റ്റേജിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതും കൂടെയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. അതിനെ അടച്ച് വെച്ചിട്ട് നമ്മൾ മാറിയിരുന്നാൽ മതി. ഇടയ്ക്ക് ഇളക്കണമെന്നുള്ളത് ഇപ്പോഴൊന്നും ഇളക്കണ്ട. ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. മറ്റേത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വഴറ്റി അങ്ങനെയൊക്കെയല്ലേ നിൽക്കുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം അവിടെ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഈ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നു. അത് തന്നെ വറ്റി പോവുകയും ചെയ്തു. എന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ പണിയൊന്നുമില്ല. വഴറ്റി അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ഒരു 25 മിനിറ്റ് അതിൻ്റെ പാട്ടിന് വിട്ടാൽ മതി. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് ചെയ്താണെന്ന് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ.